ബി.ജെ.പി. അനുഭാവി എന്ന് പേരുള്ള മോഹൻലാലിനെ സംബന്ധിച്ച് ഈ എമ്പുരാന്റെ വിജയം അനിവാര്യമായ ഒന്നാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം തുടർച്ചയായി ഈ മഹാനടന്റെ ഒരുപാട് സിനിമകൾ തകരുന്നതിനാൽ ഒരു പടത്തിന്റെയെങ്കിലും വമ്പൻ വിജയം അദ്ദേഹത്തിന്റെ പേരിന് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ഈ സംഘപരിവാറുകാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. സിനിമ വിജയിച്ചാൽ പൃഥ്വിരാജിനേക്കാൾ ഗുണം ചെയ്യുന്നത് മോഹൻലാലിന് തന്നെയാണ്. എന്നാൽ ആ തിരിച്ചറിവില്ലാതെ മോഹൻലാൽ വീണാലും കുഴപ്പമില്ല, വാര്യൻ കുന്നം സിനിമ എടുക്കാൻ ശ്രമിച്ച ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന് ജനഗണ സിനിമയിലൂടെ വിളിച്ചു പറഞ്ഞ പൃഥ്വിരാജിനെ പൊളിച്ചെടുക്കണമെന്ന മോഹവുമായി എമ്പുരാനെ തകർക്കാൻ ശ്രമിച്ചവരെ ഞെട്ടിച്ചുകൊണ്ട് ഈ സിനിമയുടെ സെൻസറിംഗ് കഥകൾ അന്വേഷിച്ച സംഘപരിവാറുകാർക്ക് സെൻസർ ബോർഡിലുള്ള സംഘപരിവാറുകാർ തന്നെയാണ് ഈ സിനിമയ്ക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് കേവലം 2 ചെറിയ കട്ടിങ്ങുകൾ മാത്രം നിർദ്ദേശിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ തയ്യാറായത്.